KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA നാളെ ചുമതലയേൽക്കും. ലീഡറുടെ ഓർമ്മകൾ തങ്ങൾക്ക് കരുത്താകുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അരണാട്ടുകരയിൽ 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. ഒറീസ സ്വദേശി രാജേഷാണ് പിടിയിലായത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രം. നേർച്ച ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA നാളെ ചുമതലയേൽക്കും. പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുന്നതിന് മുൻപായി പൂങ്കുന്നം മുരളി മന്ദിരത്തിലെ K. കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ലീഡറുടെ ഓർമ്മകൾ തങ്ങൾക്ക് കരുത്താകുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിയുക്ത അധ്യക്ഷൻ സണ്ണി ജോസഫിനൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിക്കപ്പെട്ട AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എന്നിവരും ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. മെയ് 8-നാണ് പുതിയ KPCC നേതൃത്വത്തെ മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിച്ചത്. KPCCയുടെ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് തൃശൂരിലെത്തി. കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ ലീഡർ ശ്രീ K. കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലീഡറിൽ നിന്ന് ലഭിച്ച ആവേശകരമായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജ്ജം ഞങ്ങൾക്ക് കരുത്താകുമെന്ന് കരുതുന്നു. ഇനിയും ബഹുമാന്യനായ കേരളത്തിന്റെ ജനകീയ നേതാവ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിലേക്ക്, കല്ലറയിലേക്ക്, പുതുപ്പള്ളിയിലേക്ക് എല്ലാവരും അവിടെയും പ്രണാമർപ്പിച്ച് അരണാട്ടുകരയിൽ 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒറീസ സ്വദേശി രാജേഷിനെ എക്സൈസ് കമ്മീഷണർ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ച് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. രാജേഷിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പ്രതി ഓടി രക്ഷപ്പെട്ടു. പ്രതിയിൽ നിന്ന് ഒറിയൻ സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവ് പിടിച്ചെടുത്തു. ക്രിമിനൽ കേസിലെ പ്രതികൾക്കും ഡ്രൈവർമാർക്കും വിദ്യാർത്ഥികൾക്കുമാണ് പ്രതി കഞ്ചാവ് വിറ്റതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബി, തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ KK സുധീർ, കമ്മീഷണർ സ്ക്വാഡ് A. മുജീബ് റഹ്മാൻ, പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജു, പ്രിവന്റിംഗ് ഓഫീസർമാരായ സിജോ മോൻ, KR ബിജു തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രം. രാവിലെ നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി. തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണം വൈകിട്ട് നടക്കും. രാത്രി 8-ന് വടക്കുഭാഗം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെടിക്കെട്ടുണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച ഊട്ടമുണ്ടായിരുന്നു. പുതുക്കാട് ബാറിലെ തർക്കത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. ചെങ്ങാലൂർ കല്ലൂപ്പാലം കൊടകരക്കാരൻ അഖിൽ, വെണ്ടൂർ കിഴക്കുംപാടം അനീഷ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 7-ന് രാത്രി വെണ്ടൂർ കിഴവൻപറമ്പിൽ ദിനീഷിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. പുതുക്കാട് പോലീസ് SHO മഹേന്ദ്ര സിംഹൻ, SI പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. സമ്മേളനം HMS ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MN സുരേഷ് അധ്യക്ഷത വഹിച്ചു. HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു, HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനവും ഭാരവാഹി തിരഞ്ഞെടുപ്പും വളരെ കാലത്ത് നമ്മൾ 10 മണി ആരംഭിക്കുവാൻ തീരുമാനിച്ചത്. ട്രെയിൻ എത്തുന്ന തൃശൂർ പാറമേക്കാവ് കലാക്ഷേത്രത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും വീരശൃംഖല സമർപ്പണവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. ഇതു സംബന്ധിച്ച് പാറമേക്കാവ് ക്ഷേത്രം അഗ്രശാലയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം.
കലാക്ഷേത്രത്തിന്റെ ജൂബിലി ആഘോഷത്തോടൊപ്പം പാറമേക്കാവ് ക്ഷേത്രത്തിലെ അടിയന്തരക്കാരനും മേള കലാകാരനുമായ ചേരൂർ ഈച്ചരത്ത് രാജപ്പൻ മാരാർക്ക് വീരശൃംഖലാ സമർപ്പണവും നടത്തും. ഇതിനായി വിവിധ സംഘാടക സമിതികൾക്കും യോഗം രൂപം നൽകി. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, സെക്രട്ടറി ജി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ക്ഷേത്രം ഭാരവാഹികളും പ്രതിനിധികളും പങ്കെടുത്തു. വൃത്തിയോടെയും ഗുണമേന്മയോടെയും സർക്കാരിന്റെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിലനിർത്താൻ ഏറ്റെടുക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. തിരുവല്ലുവാമല പഞ്ചായത്ത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം കെട്ടിട ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ശുചിമുറികൾ എന്നത് മനുഷ്യാവകാശമാണെന്നും സ്ത്രീകൾ അടക്കമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനാണ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ കൊണ്ടുവന്നതെന്നും മന്ത്രി പറഞ്ഞു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. കെ രാധാകൃഷ്ണൻ MP, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് എന്തിനുള്ളതാണ്? സർക്കാർ നിർബന്ധം പറഞ്ഞു. പാർട്ടിയുടെ പ്രതിനിധികൾ, വ്യാപാരി സുഹൃത്തുക്കൾ, അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ആദരണീയനായ ചേലക്കര MLA ശ്രീ UR പ്രദീപ് അവർകളാണ്. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി മൂന്നാം ഉത്സവം ആഘോഷിച്ചു. ശിവേലി ദർശിക്കാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എഴുന്നള്ളിപ്പിൽ 17 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ പാറന്നൂർ നന്ദൻ മരതക കുടചൂടി സംഗമേശ്വരന്റെ തിടമ്പേറ്റി. പല്ലാട്ട് ബ്രഹ്മദത്തനും പാറമേക്കാവ് കാശിനാഥനും കൂട്ടാനകളായി. ചേരനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് ക്ഷേത്രത്തിനകത്തെയും പുറത്തെയും സ്പെഷ്യൽ പന്തലുകളിൽ വിവിധ കലാപരിപാടികളും, വൈകിട്ട് ക്ഷേത്രം മതിൽക്കെട്ടിനകത്തെ വിവിധ സ്ഥലങ്ങളിൽ ക്ഷേത്രകലകളും അരങ്ങേറും. രാത്രി ക്ഷേത്രത്തിൽ വിളക്കാഘോഷം നടക്കും. പഞ്ചാരിയുടെ പാൽക്കടൽ തീർക്കുന്ന കൂടൽമാണിക്യം ഉത്സവത്തിൽ മേളം പൂർത്തിയാകുന്നത് ചെമ്പടയിൽ. ശിവേലിക്കും വിളക്കിനും പടിഞ്ഞാറെ നടപ്പുരയിൽ 5ാം കാലത്തിൽ പഞ്ചാരി കൊട്ടിക്കലാശിച്ചാൽ രൂപകം കൊട്ടി മേളക്കാർ ചെമ്പട മേളത്തിലേക്ക് കടക്കും. കുലീബിനി തീർത്ഥക്കരയിലൂടെയാണ് ചെമ്പട കടന്നുപോകുന്നത്. അതുകൊണ്ട് ഇതിനെ തീർത്ഥക്കരമേളമെന്നും പറയപ്പെടുന്നുണ്ട്. വടക്കേ നടയിൽ ചുറ്റമ്പലത്തിന്റെ വാതിലിനടുത്തായിട്ടാണ് ചെമ്പടമേളം നടക്കുക. തീർത്ഥക്കരയിലെ വിശിഷ്ടമായ ചെമ്പടമേളത്തിന്റെ പ്രതിധ്വനി സംഗമപുരിയിലെ ഉത്സവ ആരവങ്ങൾക്ക് മീതെ പ്രകമ്പനമായി ഉയരും. ചെമ്പടമേളക്കാർക്ക് വൈദഗ്ധ്യം തെളിയിക്കാനുള്ള മത്സരവേദി കൂടിയാണ് ഇത്. ഉരുട്ടുചണ്ടയിലും വീക്കണിലും ക്യാമ്പന്മാരായ വാദ്യക്കാരുടെ കഴിവ് ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇവിടെയാണ്. പടിഞ്ഞാറേ നടയിൽ പഞ്ചാരി അവസാനിക്കുന്നതോടെ വാദ്യക്കാരിൽ വിദഗ്ധരായവർ മാത്രമാണ് ചെമ്പടയിലേക്ക് എത്തുക. തീർത്ഥക്കരയിൽ വൃത്താകൃതി കൈവരിച്ചാണ് ഇവർ ചെമ്പട കൊട്ടുന്നത്. 11 ദിവസത്തെ ഉത്സവത്തിൽ 21 ചെമ്പടമേളങ്ങളാണ് ഇവിടെ നടക്കുക. കൂടൽമാണിക്യം ഉത്സവം രൂപകൽപ്പന ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ശക്തൻ തമ്പുരാൻ ചെമ്പടമേളം കേൾക്കാൻ വടക്കേ തമ്പുരാൻ കോവിലകത്തിന്റെ പടിഞ്ഞാറേ ഇറയത്ത് നിൽക്കാറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. വൃത്താകൃതിയിൽ 10 മിനിറ്റോളം കൊട്ടിക്കയറുന്ന ചെമ്പട പിന്നീട് കിഴക്കേ നടപ്പുരയിൽ വന്ന് കൊട്ടിക്കലാശിക്കുന്നതോടെ ശീവേലിക്ക് പരിസമാപ്തിയാകും. TCV ഇരിങ്ങാലക്കുട. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഭക്തർക്ക് നൽകുന്നത് വിഭവസമൃദ്ധമായ സദ്യ. 1ാം ഉത്സവം മുതൽ പള്ളിവേട്ട വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ പ്രത്യേക അന്നദാനം ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രം തെക്കേ ഊട്ടുപുരയിലും ഉണ്ണായി വാര്യർ കലാനിലയത്തിലുമാണ് അന്നദാനം. രാവിലെ ശീവേലി അവസാനിക്കുന്നതോടെ അന്നദാനത്തിന് തുടക്കമാകും. 5000-ഓളം പേർക്കാണ് ഉത്സവ ദിവസങ്ങളിൽ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. ഊരകം സ്വദേശിയായ ഉണ്ണികൃഷ്ണന്റെ മേൽനോട്ടത്തിലാണ് പാചകം. ഉത്സവം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുന്നതോടെ 8000 പേർ വരെ ഭക്ഷണത്തിനെത്തുമെന്നാണ് കരുതുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു.
കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ഈ മാസം 20-ന് നടക്കുന്ന പണിമുടക്കിനോടനുബന്ധിച്ച് ഗ്യാസ് ആൻഡ് പെട്രോൾ പമ്പ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടത്തി. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷനിൽ യൂണിയൻ പ്രസിഡന്റ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ട്രഷറർ ഉദയൻ, ജോയിന്റ് സെക്രട്ടറി റിസൻ എന്നിവർ സംസാരിച്ചു. CPI മതിലകം കൂളിമുട്ടം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കൂളിമുട്ടം പ്രാണിയാട് നിന്ന് ആരംഭിച്ച പ്രകടനം പൊക്ലായി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സണ്ണി മാധവ് അധ്യക്ഷനായി. നേതാക്കളായ TP രഘുനാഥ്, TK സുധീഷ്, KS ജയ, PV മോഹനൻ, അഡ്വക്കേറ്റ് AD സുദർശനൻ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ 12,000-ലധികം വരുന്ന ബ്രാഞ്ചുകളുടെ സമ്മേളനം ഇപ്പോ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിന്റെ 2-ാം വാരത്തോടുകൂടി ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം വായനശാല പരിസരം ഇനി CCTV നിരീക്ഷണത്തിൽ. വാർഡ് മെമ്പർ ഹേന രമേശിന്റെ നേതൃത്വത്തിൽ വിവിധ കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ്, സർദാർ റോഡ്, വില്ലേജ് ഓഫീസ് റോഡ്, SN റോഡ്, സ്കൂൾ മൈതാനം തുടങ്ങിയ സ്ഥലങ്ങളിലായി 8 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ എടതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഹേന രമേശ് അധ്യക്ഷയായി. കയ്പമംഗലം SI T അഭിലാഷ്, MM പ്രതാപൻ, മോഹനൻ കണ്ണമ്പുള്ളി, CA ജമാൽ, സിനി കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം ചെറുതുരുത്തി നീള ക്യാമ്പസിൽ അരങ്ങ് കഥകളി അവതരണം നടന്നു. കലാമണ്ഡലം മുൻ കഥകളി അധ്യാപകൻ കലാമണ്ഡലം ജോൺ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കലാമണ്ഡലം ഡോക്ടർ സുദീപ് മോഹൻ അവതരിപ്പിച്ച കഥകളി പൂതനാമോക്ഷം അരങ്ങിലെത്തി. പിന്നണിയിൽ കലാമണ്ഡലം മണികണ്ഠൻ, വിനീഷ് എന്നിവർ ഗാനം ആലപിക്കുകയും ശ്രീരാഗ് ചെണ്ടയും ഇടക്കയും ആകാശ മനോജ് മദ്ദളത്തിലും വേദിയിലെത്തി. കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം മണികണ്ഠൻ, അരുൺ, രമേശ് സോഹാൻ എന്നിവർ സംസാരിച്ചു. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ KNM കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുജാഹിദ് സമ്മേളനം നടത്തി. EK ഇബ്രാഹിം കുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, KNM തൃശൂർ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ്, ആഷിഖ്, PK ഐജാസ്, സെക്രട്ടറി EI മുഹമ്മദ് അസ്ലം എന്നിവർ സംസാരിച്ചു. പരലോകം വിസ്മരിക്കപ്പെടുകയും ആദം നബിയുടെ പ്രബോധനത്തിൽ ഉത്കൃഷ്ടരായി മുത്തഖികളായ ആളുകൾ, സാലിഹ്യങ്ങൾ ജീവിച്ച അവരുടെ മക്കൾ ആരാധനാലയങ്ങളായി മാറുന്നു. പിന്നെ റബ്ബിനെ കൈവിട്ടുന്ന ഒരു വലിയ സമൂഹമാണ് ആ ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഒരുപാട് പ്രവാചകന്മാർ വരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം അവരെ യഥാർത്ഥ ആരാധ്യനായ ദൈവത്തിലേക്ക്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി വരുന്ന സന്ദർഭം എമ്പാടും ശിർക്കിലധിഷ്ഠിതമായ മനുഷ്യമോഹമാണ്. നാടെങ്ങും ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് പ്രസുദ്ധേന്തി വാഴ്ച നടന്നു. ദിവ്യബലിക്ക് കണ്ണൂർ രൂപതാ സഹായ മെത്രാൻ ഡെന്നീസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമ്മികനായി. തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർധനരായ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനവും സഹായ മെത്രാൻ നിർവഹിച്ചു. ഫാദർ ഡെന്നീസ് കുറുപ്പശ്ശേരി, ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ എന്നിവർ ചേർന്ന പാചകപ്പുരയിലെ അടുപ്പിൽ തീ പകർന്നു. ഇപ്പോഴും നമ്മളിന്നത്തെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒത്തിരിയേറെ
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ കാരുണ്യം ഒരു കൈ അറിയാതെ മറ്റൊരു കൈയിലോട്ട് കൊടുക്കണം എന്നുള്ള വിധത്തിൽ തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരും. മധുരം നുണയുന്ന കണക്കെ കാഴ്ചയുടെ വസന്തകാലം ഒരുക്കി മാമ്പഴ മഹോത്സവം. ശ്രീനാരായണപുരം പഞ്ചായത്ത് ഒരുക്കിയ മാമ്പഴ മഹോത്സവം രുചികരമായ അനുഭവമായി മാറുകയാണ്. അപൂർവങ്ങളായ ഇനങ്ങൾ ഉൾപ്പെടെ 300ഓളം മാമ്പഴങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കോശ്ശേരി, ഹിമസാഗർ, കേസർ, തൂവരിക്കണ്ണൻ, തറപറ, ആലിക്കുട്ടിഞ്ഞട്ടൻ, ബ്ലാക്ക് ആൻഡ് റോസ് തുടങ്ങി വ്യത്യസ്തങ്ങളായ മാമ്പഴങ്ങൾ ഇവിടെയുണ്ട്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നിന്നു തന്നെയാണ് ഏറെക്കുറെ മാമ്പഴങ്ങളും സമാഹരിച്ചിട്ടുള്ളത്. നാട്ടുകാർക്ക് വിവിധതരം മാമ്പഴങ്ങളെ പരിചയപ്പെടുവാൻ അവസരം ലഭിക്കുന്നതോടൊപ്പം പ്രാദേശിക വിഭവങ്ങളെ ആരോഗ്യപരവും സാമ്പത്തികപരവുമായ വിപണി മൂല്യങ്ങളാക്കി മാറ്റുന്ന സാധ്യതകൾ വിനിയോഗിക്കുക എന്നതും മാമ്പഴ മഹോത്സവത്തിന്റെ ലക്ഷ്യമാണ്. മാംഗോ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് വലിയ സ്ട്രെയിനാണ് ഈ നാട്ടിലുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ളത്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലുള്ള ഒട്ടേറെ കുടുംബങ്ങളിൽ അവർ സ്വയം സൃഷ്ടിക്കുന്ന അവർ സ്വയം വളർത്തിയെടുക്കുന്ന മാങ്ങകളാണ് 300-ൽ പരം മാങ്ങകളാണ് ഇപ്പോൾ ഡിസ്പ്ലേക്കായി ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ജില്ലയിലുള്ള വ്യത്യസ്ത കലാകാരന്മാരുടെ പ്രോഗ്രാമുകളുമെല്ലാം മാമ്പഴ മഹോത്സവത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളെ ഒരു ആഘോഷത്തിൻ്റെ മൂഡിലേക്ക് കൊണ്ടുവരുന്നതും ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാമ്പഴ മഹോത്സവം സംഘടിപ്പിച്ചത്. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെയാണ് ശ്രീനാരായണപുരം പഞ്ചായത്ത് മാമ്പഴ മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. മാമ്പഴങ്ങളുടെ പ്രദർശന വിപണന സ്റ്റാളുകൾ, കുടുംബശ്രീ ഫുഡ് കോർട്ടുകൾ, മണ്ണ് പരിശോധനാ സജ്ജീകരണം, സെമിനാറുകൾ, മത്സരങ്ങൾ, വിവിധ കലാപരിപാടികൾ എന്നിവയും മാമ്പഴ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ശ്രീനാരായണപുരം ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന മാമ്പഴ മഹോത്സവം മെയ് 12-ന് സമാപിക്കും. TCV കൊടുങ്ങല്ലൂർ. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. KSSPU ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് AK ശിവദാസൻ MT അനുസ്മരണ പ്രഭാഷണവും രാജൻ നെല്ലായി P ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി. T ബാലകൃഷ്ണ മേനോൻ, KK സോജ, KO പൊറിഞ്ചു, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, ഫ്രാങ്കോ G മഞ്ഞളി, TR അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. MTയുടെ കൃതികളെ ആസ്പദമാക്കി പ്രബന്ധ മത്സരവും P ജയചന്ദ്രൻ പാടിയ ഗാനങ്ങളുടെ ആലാപന മത്സരവും സംഘടിപ്പിച്ചു. മത്സര വിജയികൾക്ക് ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ സമ്മാനദാനം നിർവഹിച്ചു. നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദി വായനശാലയിലെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണക്കൂടാരം വേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് അനാമിക K ശശി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം NS വിദ്യാധരൻ, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, മഞ്ജു സജി, ലൈബ്രറിയൻ പ്രിന്റി പ്രദീപ്, അനിത ശശി, വായനശാല സെക്രട്ടറി VS സുബീഷ്, ബാലവേദി സെക്രട്ടറി വൈഗ സുഭാഷ് എന്നിവർ സംസാരിച്ചു. വർണ്ണക്കൂടാരത്തിൽ പങ്കെടുത്തവർക്ക് പഠനോപകരണങ്ങൾ നൽകി. മുനിയാട്ടുകുന്നിലേക്ക് നടത്തിയ പരിസ്ഥിതി പഠനയാത്രയോടെ ക്യാമ്പ് സമാപിച്ചു. PP കുമാരൻ മെമ്മോറിയൽ കൊടകര സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം CDCB അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, പ്രനില ഗിരീശൻ എന്നിവർ സംസാരിച്ചു. മാള പൂപ്പത്തി മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം ആഘോഷിച്ചു. രാവിലെ ഭജന, പൊങ്കാലയുടെ ദീപം തെളിയിക്കൽ, നിവേദ്യം, ലഘുഭക്ഷണം എന്നിവ നടന്നു. മച്ചാട് ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഷഡ്ദിന ജ്ഞാനപ്പാന യജ്ഞം തെക്കുംകര തിരുവോണം നഗറിൽ തുടക്കമായി. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകനും യുവാചാര്യനുമായ ബാബു മച്ചാട് യജ്ഞത്തിന് നേതൃത്വം നൽകി. ജ്ഞാനപ്പാന യജ്ഞം വ്യാഴാഴ്ച സമാപിക്കും. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദ്വിദിന സംസ്ഥാന പഠന ക്യാമ്പും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. മുതുവട്ടൂർ ശിക്ഷക് സദനിൽ
CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. ബിജു അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VK മധു വിരമിച്ച ജീവനക്കാർക്കും AP കളക്കാട് പുരസ്കാര ജേതാവായ SR ലാലിനും ഉപഹാരങ്ങൾ സമർപ്പിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം P. തങ്കം, സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം TB ശാലിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കില ഫാക്കൽറ്റിയും മുൻ ദൂരദർശൻ ന്യൂസ് റീഡറുമായ K. ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. SNDP യോഗം പൂപ്പത്തി ശാഖയിൽ ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ വിതരണവും നടന്നു. രാസലഹരിയുടെ ഉപയോഗവും കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അക്രമവും എന്ന വിഷയത്തിൽ അനീഷ് ശിവാനന്ദ് ക്ലാസ് എടുത്തു. ശാഖാ പ്രസിഡന്റ് MK കൃഷ്ണദാസ് അധ്യക്ഷനായി. സെക്രട്ടറി PP രാജൻ, വൈസ് പ്രസിഡന്റ് PM രാധാകൃഷ്ണൻ, MV ലാലു എന്നിവർ സംസാരിച്ചു. അല്ലെ, നമ്മുടെ ഇവിടുന്ന് ഒരു സന്യാസിയെ സമൂഹത്തിലേക്ക് കൊടുക്കാൻ നമുക്ക് ഒരു ക്രിസ്ത്യൻ മതത്തിലാണെങ്കിൽ അവിടെ ഒരാള് കന്യാസ്ത്രീ ആവുകയാണെങ്കിൽ പള്ളിയച്ഛനാവാന്ന് പറഞ്ഞു ചാർന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, അയ്യോ എൻ്റെ ഉണ്ണി സന്യസിക്കാൻ പോവാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു വിഷമാണ് ആ ഒരു സമയത്ത്, ഗർഭാധാന സമയത്ത്. ചന്ദ്രാപിന്നി കൂട്ടാലപ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. കിഴക്കുമുറി സമന്വയ ശാഖ, ഹൈസ്കൂൾ ശാഖ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാവടി ആഘോഷം ക്ഷേത്രാങ്കണത്തിലെത്തി സമാപിച്ചു. രാത്രി കാവടിയാട്ടം നടക്കും. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ രമേശ്, ക്ഷേത്രം ശാന്തി സുജിത്ത് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9045, പവന് 72,360, വെള്ളി ഗ്രാമിന് 109, പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA നാളെ ചുമതലയേൽക്കും. ലീഡറുടെ ഓർമ്മകൾ തങ്ങൾക്ക് കരുത്താകുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അരണാട്ടുകരയിൽ 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി. ഒറീസ സ്വദേശി രാജേഷാണ് പിടിയിലായത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രം. നേർച്ച ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.